അടുക്കളയിൽ വലിച്ച സാധനങ്ങളെല്ലാം കളഞ്ഞ് പാത്രം കഴുകി കൊണ്ടിരിക്കുകയായിരുന്നു ഭദ്ര. ആ നേരമാണ് കോളിംഗ് ബെൽ മുഴുകുന്ന ശബ്ദം അവൾ കേട്ടത്. ആരെങ്കിലും വന്നതാണോ? ഭദ്ര ഒന്ന് സംശയിച്ചു. ഷീലച്ചേച്ചി കയറി വന്നെങ്കിലോ? ഭദ്ര പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ ചുരിദാർ തുടച്ചുകൊണ്ട് അവൾ വേഗം മെയിൻ ഡോർ തുറക്കാനായി നടന്നു. ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലോ? ഡോർ തുറക്കാൻ കൈ ഉയർത്തിയെങ്കിലും അവൾ ഒന്ന് സംശയിച്ചുകൊണ്ട് നഖം കടിച്ചു. എന്നാൽ വീണ്ടും ബെൽ മുഴങ്ങിയതും അവൾ പരിഭ്രമത്തോടെ ഡോർ പതിയെ തുറന്നു. എവിടെ പോയി കിടക്കുകയായിരുന്നടി നീയൊക്കെ? എത്ര നേരമായി ഞാൻ ബെൽ അടിക്കുന്നു? ശില്പ വാതിൽ തുറക്കപ്പെട്ടതും ദേഷ്യത്തോടെ ചാടിക്കടിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി. ഭദ്ര പേടിയോടെ പുറകിലേക്ക് നീങ്ങിപ്പോയി. ഭദ്രയെ കണ്ടതും ശില്പയുടെ മുഖം ചുളിഞ്ഞു. നീ നീ ഏതാ? ശില്പ അവളെ നോക്കി ചോദിച്ചു. അത് ഞാൻ. ഭദ്രയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പുതിയ വേലക്കാരിയാണോ? എത്ര നാളായി നീ ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്? ശില്പ അവളെ അടിമണി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, കുറച്ച് നാളുകളായി. ഭദ്ര അവളുടെ ചോദ്യം കേട്ട് ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നെ ഉടൻ തന്നെ വേലക്കാരിയാണെന്ന് സമ്മതിച്ചു. അത് പറയുമ്പോൾ അവളിൽ സത്യം പറഞ്ഞാൽ കുറച്ച് ആശ്വാസമാണ് തോന്നിയത്. ശില്പ അവളെ നോക്കി ഒന്ന് അമർത്തി മൂടി. ശേഷം വേഗം അവിടുന്ന് വീടിനകത്തേക്ക് കയറി പോകുന്നതും അവിടുന്ന് മുകളിലത്തെ നിലയിലേക്ക് ഉള്ള പടികൾ കയറുന്നതും കാണെ ഭദ്ര ഒന്ന് അമരുന്നു. ശില്പ പോകുന്നതിൻ്റെ ഇടയിൽ ഭദ്രയെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്ത് നോക്കി നിൽക്കുവാടി? നിനക്കിവിടെ ജോലിയൊന്നുമില്ലേ? തൻ്റെ നേരെ നോക്കി നിൽക്കുന്ന ഭദ്രയെ കാണെ അവൾ ദേഷ്യത്തോടെ ശില്പ ചോദിച്ചു. അത് കേട്ട് ഭയന്ന് ഭദ്ര വേഗം ശില്പയിൽ നിന്ന് നോട്ടം മാറ്റി തല താഴ്ത്തിയിരുന്നു. അകത്തേക്ക് കയറിപ്പോടി. ശില്പ വീണ്ടും ഭദ്രയ്ക്ക് നേരെ അലറി. ഭദ്ര വേഗം അവിടുന്ന് പേടിച്ച് അടുക്കള ലക്ഷ്യമാക്കി ഓടി. ശില്പ അവൾ പോകുന്നത് നോക്കി നിന്നിട്ട് തിരിഞ്ഞ് വീണ്ടും പടികൾ കയറി. അവൾ നേരെ പോയത് അർജുൻ്റെ റൂമിലേക്കായിരുന്നു. അവൾ അകത്ത് കയറി ആ റൂം ആകെ ഒന്ന് നോക്കി. എനിക്ക് നിന്നെ വിശ്വാസമൊക്കെയാണ് അർജുൻ, എന്നാലും എനിക്ക് ഒന്നുകൂടെ എൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിച്ചല്ലേ മതിയാകൂ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂം ആകെ ഒന്ന് തിരയാൻ തുടങ്ങി. റൂമിലും ഡ്രസ്സിംഗ് ഏരിയയിലും വാഷ്റൂമിലും എല്ലാം അവൾ വെറുതെ ഒന്ന് നോക്കി. ചില കബോർഡ്സ് ലോക്കായിരിക്കുന്നത് കണ്ട് അതിൻ്റെ കീ എവിടെയെന്ന് നോക്കുന്നതിനൊപ്പം ആ കബോർഡ്സ് ബലം ഉപയോഗിച്ച് തുറക്കാനും അവൾ ശ്രമിച്ചു. അതിനിടയിലാണ് ശില്പയെ തേടി അക്ഷയയുടെ ഫോൺ കോൾ എത്തുന്നത്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ബേബ്, നീ എവിടെയാ? അവൾ ഫോൺ എടുത്തതും അവളെ തേടി അവൻ്റെ ചോദ്യമെത്തി. ഞാൻ അർജുൻ്റെ വീട്ടിലാണ്. ആദ്യമൊന്നും മടിച്ചെങ്കിലും അവൾ പറഞ്ഞു. അർജുൻ്റെ വീട്ടിലോ? ഓ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഏയ്, നീ ടെൻഷൻ അടിക്കേണ്ട അക്ഷയ്. ഞാൻ അർജുൻ്റെ വീട്ടിലാണെന്നേ ഉള്ളൂ. അവനിവിടെ ഇല്ല. അക്ഷയ് ഫോൺ വയ്ക്കാൻ മുതിരുന്നതിന് മുൻപ് അവൾ പെട്ടെന്ന് പറഞ്ഞു. എറണാകുളമല്ലേ? അതെ, ഇവിടുത്തെ അവൻ്റെ വീട്ടിൽ തന്നെ. അവൻ ഇന്നലെ എവിടേക്കോ പോയതാണ്, അവൾ പറഞ്ഞു. അവൻ എവിടേക്ക് പോയി? അല്ല, അവൻ അവിടെ ഇല്ലേ? നീ എന്താ അവിടെ? അക്ഷയ് ചോദിക്കുന്നത് കേട്ട് ശില്പ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഡ്രോ അടച്ചുകൊണ്ടൊന്ന് നിശ്വസിച്ചു. ആക്ച്വലി അക്ഷയ്, എനിക്ക് കഴിഞ്ഞ ദിവസം അർജുനെ വിളിച്ചപ്പോൾ മുതൽ, അതായത് അവൻ്റെ കഴുത്തിലെയും ചുണ്ടിലേക്ക് ചെറിയ പാടും, പിന്നെ നീ തന്നെ ചോദിച്ചില്ലേ എന്നെ ചതിച്ച് അവൻ വേറെ വല്ല പെൺപിള്ളേരുമായി റിലേഷൻ വെക്കുന്നുണ്ടോ എന്നൊക്കെ, അപ്പോൾ മുതൽ എനിക്ക് ആകെ ഒരു വെപ്രാളം. ഇനി നിനക്ക് തോന്നിയ സംശയം ശരിയാണോ എന്ന്. ഞാൻ അർജുനെ കാണാൻ ഇവിടേക്ക് വന്നപ്പോഴാണ് അവൻ ഇവിടെ ഇല്ലെന്നറിയുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ സംശയം മാറ്റാൻ ഇവിടെയൊക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ ഉള്ള കാര്യം അവൾ അവനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് നിനക്ക് വല്ലതും കിട്ടിയോ? അവൻ ചോദിച്ചു. ഇവിടെയൊന്നുമില്ല. ശില്പ വീണ്ടും റൂമിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്ത് പൊട്ടിയാണ് ശില്പ? പെട്ടെന്ന് അക്ഷയുടെ ഗൗരവത്തിലുള്ള ചോദ്യം അവളെ തേടിയെത്തി. ശില്പ നെറ്റി ചുളിച്ചു. അവൻ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തെളിവുകളോ മറ്റും ആ വീട്ടിൽ കാണുമെന്ന് തോന്നാൻ മാത്രം മണ്ടിയാണോ നീ? അക്ഷയ് പരിഹാസത്തോടെ ചോദിച്ചു. ശില്പ ഒന്നും മിണ്ടിയില്ല. നീ ഏതു നേരവും കയറിയിറങ്ങുന്ന വീട്ടിൽ അവൻ എന്തെങ്കിലും തെളിവ് സൂക്ഷിക്കുമോ? അതുപോലെ അവിടെ ജോലി ചെയ്യുന്നവർക്കും ഒരുവിധം നിൻ്റെയും അവൻ്റെ റിലേഷനെ പറ്റി അറിയാം. അങ്ങനെയുള്ളപ്പോൾ അവൻ ഏതെങ്കിലും പെണ്ണിനെ ആണെങ്കിലും വിളിച്ചോണ്ട് അവിടേക്ക് പോകുമെന്ന് നിനക്ക് തോന്നിയത് ആന മണ്ടത്തരമല്ലേ ശില്പ? എന്തേലും ചുറ്റിക്കളി ഒപ്പിക്കുന്നത് സ്വന്തം വീട്ടിൽ വെച്ചാണോ? ചെയ്യുന്നവർ കാണും. അത് സൊസൈറ്റിയിൽ ബാഡ് ഇമേജ് ഉള്ളവരായിരിക്കും. എന്നാൽ അജു അങ്ങനെയല്ലല്ലോ. അവൻ ഇന്നലെ വരെ എല്ലായിടത്തും നല്ല പേര് തന്നെയായിരുന്നു. അക്ഷയ് പറഞ്ഞെന്ന് നിർത്തി. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി. പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അല്ല, നീ എന്താ ഇന്നലെ വരെ അവന് നല്ല പേരായിരുന്നു എന്നൊക്കെ പറഞ്ഞത്? ശില്പ സംശയത്തോടെ ചോദിച്ചു. കാരണം ഇന്ന് രാവിലെ മുതൽ അവന് ചെറിയ ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട്. അക്ഷയ് ചിരിയോട് പറഞ്ഞു. വാട്ട് യു മീൻ? ശില്പ ഒന്നും മനസ്സിലാക്കാതെ ചോദിച്ചു. എന്താ ഏതാ എന്നൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ബേബി ആദ്യം ഫോൺ കട്ട് ചെയ്യാതെ തന്നെ ഞാൻ നിനക്ക് അയച്ചൊരു വീഡിയോ കയറി കാണ്. അക്ഷയ് പറഞ്ഞത് കേട്ട് അവൾ വേഗം ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി അവൻ അയച്ചത് എന്താണെന്ന് നോക്കി. പ്രശസ്ത തെന്നിന്ത്യൻ നടനും നിർമ്മാതാവുമായ അർജുൻ മഹേശ്വറിൻ്റെ തനിനിറം പുറത്ത്. ഹോസ്പിറ്റലിൽ വെച്ച് 2
സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അടുത്തതായി കാണിക്കുന്ന വീഡിയോ അവൾ സൂക്ഷ്മമായി നോക്കി. അർജുൻ ഏതോ 2 സ്ത്രീകളോട് ചാടിക്കടിക്കുന്നതും അവർക്ക് നേരെ കൈ ഓങ്ങുന്നതുമൊക്കെ അതിലുണ്ടായിരുന്നു. അത് കണ്ട് വേഗം തന്നെ ശില്പ അക്ഷയെ തിരികെ വിളിച്ചു. അക്ഷയ്, ഈ വീഡിയോ നിനക്ക് എവിടെ നിന്നാണെന്നോ? ഈ വീഡിയോ എനിക്ക് മാത്രമല്ല, ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ കിട്ടിക്കാണും. ആരോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ആക്കിയതാണ്. അക്ഷയ് പറഞ്ഞത് കേട്ട് ശില്പയൊന്ന് നിശ്വസിച്ചു. ഈ അർജുൻ ഇത് എന്തിൻ്റെ കേടാണ്? അല്ല, ആ സ്ത്രീകളേതാ? ശില്പ ആലോചനയോട് ചോദിച്ചു. അവർ ഏതാണെന്ന് എനിക്കാണ് അറിയാവുന്നത്. നീയല്ലേ അവൻ്റെ കാമുകി. എന്നിട്ട് അവനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്കറിയില്ല ശില്പ? അക്ഷയ് പുച്ഛത്തോടെ ചോദിച്ചു. ദേ അക്ഷയ്, നീ എന്നെ കളിയാക്കുവാണോ? ശില്പ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കളിയാക്കിയതല്ല, പകരം അവൻ്റെ കാര്യങ്ങളെപ്പറ്റി നിനക്ക് വ്യക്തമായൊരു ധാരണയില്ലല്ലോ എന്ന് നിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അക്ഷയ് പറഞ്ഞത് കേട്ട് അവൾ പല്ലിറങ്ങി. ഞാൻ രാവിലെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നിന്നെ വിളിച്ചറിയിച്ചതേ ഉള്ളൂ. എന്തായാലും നീ അവനെ വിളിച്ച് എന്താ ഏതാ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കേ. ഞാൻ വയ്ക്കുവാണ്. പറഞ്ഞുകൊണ്ട് അക്ഷയ് ഫോൺ കട്ടാക്കി. ശില്പ പെട്ടെന്ന് തന്നെ അർജുൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് കാണി ദേഷ്യത്തോടെ അവൾ ഫോൺ കയ്യിലൊതുക്കി ആ റൂമിലൂടെയൊക്കെ ഒരിക്കൽ കൂടി കണ്ണോടിച്ചുകൊണ്ട് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. താഴേക്ക് ഇറങ്ങി വന്നവൾ നേരെ വീടിന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും പിന്നെ എന്തോ ആലോചിച്ചതുപോലെ അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഇതേ സമയം വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്ന് തന്നോട് ദേഷ്യപ്പെടുകയും അധികാരത്തോടെ മുകളിലേക്ക് കയറി പോകുകയും ചെയ്തത് ആരാണെന്നോർത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഭദ്ര. എൻ്റെ ഭഗവതി, അത് കള്ളി വലുതുമാണോ? ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നതാണോ? ഭദ്ര മുകളിലേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു പോയി. ഏയ്, കള്ളിയാകില്ല. ആരെങ്കിലും കക്കാൻ ഈ പകല് വരുമോ? പിന്നെ പുറത്താ കാക്കിച്ചേട്ടനൊക്കെ ഉണ്ടല്ലോ, കണ്ടാലും കള്ളിയാണെന്നൊന്നും പറയില്ല. ഭദ്ര നഖം കടിച്ചുകൊണ്ട് മുകളിലേക്ക് കണ്ണു പായിച്ചതെന്ന് ആലോചിച്ചു. ഡി പെട്ടെന്ന് അവളുടെ ചിന്തകൾക്ക് തടയിട്ടുകൊണ്ട് ശില്പയുടെ സ്വരം അവളെ തേടിയെത്തി. ഭദ്ര ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കിയതും കണ്ടു അവളെ രൂക്ഷമായി നോക്കി അടുക്കളയുടെ വാതിൽക്കൽ നിൽക്കുന്ന ശില്പയെ. ഭദ്ര വേഗം വായിൽ നിന്ന് കൈയെടുത്ത് നേരെ നിന്നു. ശില്പയുടെ നോട്ടം ഭദ്രയിലായിരുന്നു. ഒരു കടുംപച്ച കളർ കോട്ടൺ ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുഖത്ത് യാതൊരു സമയങ്ങളില്ലെങ്കിൽ കൂടി അവൾ സുന്ദരിയാണെന്ന് മനസ്സിലാക്കിയ ശില്പ പല്ലിറങ്ങി. ഭദ്രയുടെ രൂപം അവളെ ദേഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഭദ്രയുടെ നോട്ടവും ശില്പയിലായിരുന്നു. ഒരു നീല ജീൻസ് മെറുകിയൊരു ബനിയനുമായിരുന്നു ശില്പയുടെ വേഷം. നീ എത്ര നാളായി ഇവിടെ ജോലിക്ക് കയറിയിട്ട്? ശില്പ ദേഷ്യത്തോടെ ഭദ്രയെ നോക്കി ചോദിച്ചു. ഭദ്ര പെട്ടെന്ന് തല താഴ്ത്തി നിന്നു. ചോദിച്ചത് കേട്ടില്ലേടി നീ? ശില്പ ചാടിക്കടിച്ചുകൊണ്ട് ഭദ്രയ്ക്ക് നേരെ 2 അടി വെച്ചു. ഭദ്ര പേടിയോടെ കൗണ്ടറിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ഞാൻ ഒരു രണ്ടാഴ്ചയാകുന്നു. ഭദ്ര പതിയെ ശില്പയെ നോക്കാതെ പറയുകയും ചെയ്തു. ശില്പയൊന്ന് അമർത്തി മൂളി. അവിടുന്ന് പോകാനൊന്നും തിരിഞ്ഞെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ വീണ്ടും ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. ഇവിടെ ഈ അടുക്കളയിൽ നിന്നുള്ള ജോലി മതി നിനക്ക്. ഇതിന് പുറത്തിറങ്ങിയുള്ള ജോലികളൊക്കെ ബാക്കി സെർവൻസ് നോക്കിക്കോളും. അതല്ലെങ്കിൽ അജു ഇവിടെ ഇല്ലാത്തപ്പോൾ നീ ചെയ്താൽ മതി, കേട്ടോടി? ശില്പ ഭദ്രയെ നോക്കി ഒരു താക്കീതോടെ പറഞ്ഞു. ഭദ്ര അവളെ മിഴികൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കിയതേ ഉള്ളൂ. പറഞ്ഞത് കേട്ടില്ലേടി നീ? ഭദ്രയിൽ നിന്ന് മറുപടി ഒന്നുമില്ല എന്ന് കാണി ശില്പ അവൾക്ക് നേരെ പാഞ്ഞു വന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഭദ്ര പകപ്പോടെ ശില്പയെ നോക്കി അറിയാതെ തലകൊലുക്കിപ്പോയി. അർജുൻ മഹേശ്വരനൊപ്പമാണ് ഞാൻ. അവനെപ്പോലെ ഈ വീട്ടിൽ അധികാരമുള്ളവൾ. ഞാൻ പറഞ്ഞത് എന്തും അവൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതല്ലെങ്കിൽ അവൻ പോലും ഞാൻ പറഞ്ഞത് കേൾക്കുന്നവനാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ ചൊൽപ്പടിക്ക് ഇവിടെ നിന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എനിക്കറിയാം. ശില്പ വീണ്ടും ഒരു താക്കീത് പോലെ പറഞ്ഞു. ഭദ്ര വേഗം തന്നെ മനസ്സിലായതുപോലെ തലയാട്ടി. ശില്പ അവളെ അടിമടിയൊന്നും നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോയി. ഭദ്ര ആശ്വാസത്തോടെ ശ്വാസം വിട്ടതുകൂടാതെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റുകയും ചെയ്തു. ഇത് ആരാണോ എന്തോ? അർജുൻ സാർ പോലും ആ ചേച്ചി പറഞ്ഞതേ കേൾക്കൂ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അർജുൻ സാറിൻ്റെ ബന്ധു വല്ലതുമാകും. പെങ്ങൾ വല്ലതുമാണോ? ഭദ്ര ആലോചനയോടെ നിന്നു. ആ വീഡിയോ ഈ ആംഗിളിൽ നിന്നല്ലേ എടുത്തത്? അപ്പോൾ ഇന്നലെ ഇവിടെ കൂടി നിന്നവരിൽ ആരോ ആണ് വീഡിയോ എടുത്തത്. ഹോസ്പിറ്റലിലെ CCTV ചെക്ക് ചെയ്യണം. ആരാ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതെന്ന് എത്രയും വേഗം കണ്ടെത്തണം. അർജുൻ ഗൗരവത്തിൽ മാനേജറായ ജോൺസണിനെയും ടോണിയെയും നോക്കി പറഞ്ഞു. അവർ വേഗം തലയനക്കി. വീഡിയോ ഇപ്പോൾ തന്നെ വളരെയധികം സ്പ്രെഡായിട്ടുണ്ട്. ഞാനതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ആളുകളെ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ തന്നെ മിക്കവരും അത് കണ്ടിട്ടുണ്ട്. ജോൺ അർജുനെ നോക്കി പറഞ്ഞു. ആ 2 സ്ത്രീകളെ എത്രയും വേഗം കണ്ടെത്തണം. ചിലപ്പോൾ അവർ വിക്ടിം ഗെയിം കളിച്ച് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാക്കാൻ ശ്രമിക്കും. മറ്റാരെങ്കിലും അവരെ സമീപിക്കും മുൻപ് നമ്മുടെ ആളുകൾ അവരുടെ അരികിൽ എത്തിയിരിക്കണം. അർജുൻ താക്കീത് പോലെ പറഞ്ഞു. ജോണും ടോണിയും വേഗം തന്നെ ഫോണുമായി അവിടുന്ന് മാറി ആരെയൊക്കെയോ വിളിച്ചു. നമുക്കൊരു പ്രസ് മീറ്റ് വിളിച്ചുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ എല്ലാം ശരിയാകില്ലേടാ?
അർജുൻ്റെ അരികിൽ നിന്ന റിയാസ് അവനെ നോക്കി ചോദിച്ചു. നമ്മുടെ ആളുകൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ മാത്രം അങ്ങനെ ഒരു കാര്യം നോക്കാം. അർജുൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അതേ നേരമാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. പ്രസ്സിൽ നിന്നാണോടാ? റിയാസ് സംശയത്തോടെ ചോദിക്കുന്നതിനൊപ്പം അർജുൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലേക്കൊന്ന് നോക്കുകയും ചെയ്തു. ശില്പ എന്ന് കാണെ മുഖം കോട്ടി റിയാസ് അർജുൻ്റെ അരികിൽ നിന്ന് അല്പം മാറിപ്പോയി. അർജുൻ ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എന്തൊക്കെയാ ജോയി ചെയ്തത്? പബ്ലിക് പ്ലേസിൽ വെച്ച് 2 സ്ത്രീകൾക്ക് നേരെ ചാടിക്കടിക്കുകയും അവരെ തല്ലാനും കൊല്ലാനും ഒക്കെ പോകുക എന്നൊക്കെ ചെയ്യുമ്പോൾ നീ നിൻ്റെ സ്ഥാനവും മാനവും ഒന്നും നോക്കിയില്ലേ? ഫോൺ എടുത്ത ഉടനെ ശില്പ ദേഷ്യത്തോടെ അർജുനോടായി ചോദിച്ചു. ഹലോ ശില്പ, അത് എനിക്കൊന്നും കേൾക്കണ്ട അജു. നീ കാരണം ഞാൻ കൂടെയാണ് ഇപ്പോൾ നാണം കെടുന്നത്. നമ്മൾ തമ്മിലുള്ള റിലേഷൻ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ തമ്മിൽ റിലേഷനാണെന്ന് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നീ കാണിക്കുന്ന എന്തും എന്നെയും ബാധിക്കും. അർജുൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ അവൾ വീണ്ടും പറഞ്ഞു. നീ ഒരു പബ്ലിക് ഫിഗറാണ് അജു. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട് നടൻ. അങ്ങനെയുള്ള നിനക്ക് എങ്ങനെ പുറത്ത് പെരുമാറണമെന്ന് പോലും അറിയില്ല എന്ന് വെച്ചാൽ കഷ്ടമാണ്. ആ വീഡിയോ ഞാൻ ശരിക്കും കണ്ടു. അതിൽ ആ റിയാസ് കൂടി ഉണ്ടായിരുന്നല്ലോ. അവൻ്റെയൊക്കെ കൂടെയുള്ള നിൻ്റെ കൂട്ട് തന്നെയാണ് പ്രശ്നം. അവരുടെ കൂടെ നടന്നാണ് നിനക്കും ഈ ചന്ത സ്വഭാവം. ശില്പ പിന്നെയും അവന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാൻ നിൽക്കാതെ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും അർജുൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് മുഷ്ടി ചുരുട്ടി. എന്തേ നിൻ്റെ പ്രിയതമ ഫോൺ പെട്ടെന്ന് വെച്ചോ? അർജുനെ ശ്രദ്ധിച്ചു നിന്ന റിയാസ് അവനെ നോക്കി ഒരു പുച്ഛത്തോടെ ചോദിച്ചു. അർജുൻ അവനെ നോക്കി ഒന്ന് പല്ല് കടിച്ചു. സാർ, വനിതാ കമ്മീഷനിൽ ആരോ കേസ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ജോൺ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്തേലും ഒന്ന് വീണ് കിട്ടാൻ നോക്കിയിരിക്കുമെന്നു ഓരോന്നും അല്ലേടാ? റിയാസ് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ജോൺ, അവരിൽ നിന്ന് ആരെങ്കിലും എൻക്വയറിക്ക് തന്നെ വിളിക്കുവാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തേക്ക്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കണം. കൂടാതെ അമ്മയുടെ കാര്യങ്ങൾ പുറത്താരും അറിയാതെ നോക്കണം. പിന്നെ അമ്മയെ സംബന്ധിച്ചാകും ചർച്ച മുഴുവൻ. അതെനിക്കിഷ്ടമല്ല. അർജുൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവർക്ക് നിർദ്ദേശം നൽകി. ശരി സാർ, ജോൺ അവനെ നോക്കി പറഞ്ഞു. പിന്നെ എൻ്റെ വീടുകളിൽ നിൽക്കുന്ന എല്ലാ സർവൻസിനെയും എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്, അർജുൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എടാ, അമ്മയെ നോക്കാൻ ആരെങ്കിലും നോക്കണ്ടേ? ഞാൻ ഏജൻസിയിൽ വിളിക്കാം. റിയാസ് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അർജുനെ നോക്കി പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഞാൻ ഉണ്ടല്ലോടാ. പിന്നെ ഹോസ്പിറ്റലിൽ നേഴ്സസും, അത് മതി. ധൃതി പിടിച്ച് ആരെങ്കിലും വിളിച്ച് അമ്മയെ നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റില്ലാണ്ടായി. ഇനിയും ഒരു പ്രാവശ്യം കൂടി അമ്മയുടെ ജീവൻ ആപത്ത് വരുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല, അർജുൻ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ചെയറിലേക്കിരുന്നു. നീ ഒന്ന് റിലാക്സ് ആകുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. റിയാസ് അവനെ ആശ്വാസം പകരാനായി അർജുന തുള്ളിലൊന്ന് തട്ടി പറഞ്ഞു. അതേ നേരം തന്നെയാണ് അവൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചത്. അർജുൻ അത് ഗവനിക്കാതെ ഇരുന്നതും റിയാസ് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. ശില്പയാണെന്ന് കാണെ റിയാസ് പല്ല് കടിച്ചുകൊണ്ട് അർജുന നേരെ തന്നെ നീട്ടി. ദാ, ശില്പയാണ്. അവളോട് സംസാരിക്കുമ്പോൾ നീ ഓക്കെ ആകുമെങ്കിൽ അവളോട് കുറച്ച് നേരം സംസാരിക്കുക, റിയാസ് പറഞ്ഞു. ശല്യം. അർജുൻ ഫോൺ വാങ്ങി ഓഫാക്കി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ആഹാ, അവൾ നിനക്ക് എന്ന് മുതലാണ് ശല്യമാക്കാൻ തുടങ്ങിയത്? റിയാസ് അവനെ വെറുതെ ഒന്ന് കൂളാക്കാനായി ചോദിച്ചു. അർജുൻ ദേഷ്യത്തിൽ എന്തോ പറയാനായി മുതിർന്നെങ്കിലും പെട്ടെന്നാണ് ഭദ്രയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് എത്തിയത്. അവളുടെ കാര്യം ഓർത്തതും പെട്ടെന്ന് അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടോണിയെ അവിടെ തിരഞ്ഞു. കുറച്ച് മാറി നിന്ന് ധൃതിയിൽ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്ന ടോണിയെ കാണെ അർജുൻ വേഗം അവനരികിലേക്ക് നടന്നു. റിയാസ് സംശയത്തിൽ അർജുൻ പോകുന്നത് നോക്കി. ടോണി, അർജുൻ അവനെ ഒന്ന് വിളിച്ച് കുറച്ചുകൂടി അവിടുന്ന് ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു. ടോണി പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കി അർജുന് അരികിലേക്ക് ചെന്നു. കൊച്ചിയിൽ വിളിച്ചിരുന്നോ? ഭദ്ര, അവൾ വീട്ടിൽ തന്നെയില്ലേ? അർജുൻ ടോണിയെ നോക്കി ഗൗരവത്തിൽ എന്നാൽ എന്തോ വെപ്രാളത്തിൽ ചോദിച്ചു. ടോണിയും അപ്പോഴാണ് ഭദ്രയെപ്പറ്റി ഓർക്കുന്നത്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അർജുൻ്റെ സ്വരം മുറുകി. ഞാൻ അവിടേക്ക് വിളിച്ചില്ല സാർ, ടോണി അവനെ നോക്കി മറുപടി നൽകി. എങ്കിൽ അവിടെ വിളിച്ച് ചോദിക്ക്, അർജുൻ നിർദ്ദേശം നൽകിയതും ടോണി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് കൊച്ചിയിലെ വീട്ടിലേക്ക് വിളിച്ചു. എന്നാൽ ലാൻഡ് ലൈൻ റിങ് ചെയ്യുന്നു എന്നല്ലാതെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ടോണി വീണ്ടും വീണ്ടും വിളിക്കുന്നത് കാണെ അർജുൻ്റെ നെറ്റി ചുളിഞ്ഞു. അർജുൻ്റെ ഭാവമാറ്റം കണ്ട് തന്നെ ടോണി സെക്യൂരിറ്റി റൂമിലേക്ക് വിളിച്ചു. അവിടുന്ന് ആരോ കോൾ അറ്റൻഡ് ചെയ്തതും ടോണി അല്പം മാറി നിന്ന് സംസാരിച്ച് പിന്നെ അർജുൻ്റെ അരികിലേക്ക് തന്നെ വന്നു. സാർ, വീട്ടിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് സെക്യൂരിറ്റിയാണ് വിളിച്ചത്. ഇന്നലെ രാത്രി ഭദ്രയെ വീട്ടിൽ വെച്ച് കണ്ടതാണ്. പിന്നെ പുറത്തോട്ടൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ടോണി പറഞ്ഞു വന്ന് തോന്നി നിർത്തി. എന്താ? അർജുൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് സാർ, നമ്മൾ ഇങ്ങ് പോകുന്നതിൻ്റെ പുറകെ തന്നെ അവിടുന്ന് സെർവൻസ് എല്ലാം അവരവരുടെ വീട്ടിലേക്ക് തന്നെ പോയി. വാട്ട്? അർജുൻ പെട്ടെന്ന് ശബ്ദം ഉയർത്തി. പിന്നെ ചുറ്റും ഒന്ന് നോക്കി ടോണി ദേഷ്യത്തിൽ നോക്കി. അപ്പോൾ ഭദ്രയോ? അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്, ടോണി പെട്ടെന്ന് തന്നെ പറഞ്ഞു. അർജുൻ നെറ്റിയൊന്ന് തടവി. അത്രയും വലിയ വീട്ടിൽ അവൾ തനിച്ചെങ്ങനെ എന്നതായിരുന്നു അവൻ്റെ മനസ്സിൽ വന്ന ചോദ്യം. സെർവൻസിനോട് തിരിച്ചു വരാൻ പറയട്ടെ സാർ, ടോണി ആലോചനയോടെ നിൽക്കുന്ന അർജുനെ നോക്കി ചോദിച്ചു. അത് വേണ്ട, പകരം ടോണി പോയി അവളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരണം. അർജുൻ പറഞ്ഞത് കേട്ട് ടോണി സംശയത്തിൽ അവനെ നോക്കി.
ആർ യു ഷുവർ സർ? ടോണി ഒന്നുകൂടെ ചോദിച്ചു. യെസ്, താൻ അവളെ ഇവിടേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അർജുൻ ടോണിയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് റിയാസിനരികിലേക്ക് നടന്നു. ടോണി അവൻ പോകുന്നതൊന്ന് നോക്കി പിന്നെ പുറത്തേക്ക് നടന്നു. എന്താടാ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റിയാസ് അവനെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാൻ അവനെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അതവൻ മറന്നുപോയി, അതിനൊന്ന് ചൂടായതാണ്. അച്ഛൻ അവന് മുഖം കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സീറ്റിലേക്ക് ഇരുന്നു. നീ വീട്ടിൽ നിന്ന് പോയി ഫ്രഷായി കുറച്ച് ഉറങ്ങിയിട്ട് വരാൻ മേലായിരുന്നോ? റിയാസ് ചോദിക്കുന്നത് കേട്ട് അവൻ്റെ നോട്ടം ഐസുവിന് നേരെ പോയി. ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാനുണ്ടല്ലോടാ. നിന്റെ കോലം നോക്ക്, ഒന്നും കുടിക്കാതെയും കഴിക്കാതെയും ഉറങ്ങാതെയും ആകെ ഒക്കെ എന്തോ പോലെ ഇരിക്കുന്നത്. റിയാസ് പറയുന്നത് കേട്ട് അർജുനൊന്ന് നിശ്വസിച്ചു. അമ്മയ്ക്ക് ബോധം തെളിയാതെ ഞാൻ എവിടേക്കും ഇല്ലടാ, അർജുൻ പതിയെ പറഞ്ഞു. ശരി, എന്നാൽ റൂമിലെങ്കിലും പോയി കുറച്ച് നേരം കിടക്ക്. കൂടാതെ എന്തെങ്കിലും കഴിക്കാനും നോക്ക്. ഇല്ലെങ്കിൽ അമ്മ ഉണരുമ്പോഴേക്കും നീ കിടപ്പിലാകും, റിയാസ് അവനെ നോക്കി പറഞ്ഞു. പിന്നെയും അവിടെ തന്നെ നിന്നവനെ നിർബന്ധിച്ച് റിയാസ് റൂമിലേക്ക് അയച്ചു. റൂമിലെത്തി ഒന്ന് ഫ്രഷായി അല്പനേരം ഒന്ന് മയങ്ങാൻ അർജുൻ ശ്രമിച്ചെങ്കിലും ഉറക്കം അവൻ്റെ 7 നെത്തുകൂടി പോലും പോയില്ല. കൂടാതെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് ചിന്തകൾ കുമിഞ്ഞുകൂടി. വർഷങ്ങൾക്ക് മുൻപ് വീടിൻ്റെ 2ാം നിലയിൽ നിന്ന് വീണ് രക്തത്തിൽ കുതിർന്നു കിടന്ന അവൻ്റെ ചിത്രം അവനുള്ളിൽ തെളിഞ്ഞു നിന്നു. അതവനെ വല്ലാതെ അസ്വസ്ഥമാക്കിയതും അർജുൻ എഴുന്നേറ്റ് തിരികെ ഐസുവിന് മുന്നിലേക്ക് തന്നെ നടന്നു. ഉറക്കം വന്നില്ലടാ. അവൻ വരുന്നത് നോക്കി നിന്ന് റിയാസിനെ നോക്കി അർജുൻ പറഞ്ഞു. അതിന് റിയാസ് അവനെ മനസ്സിലാക്കിയെന്ന പോലെ തോളിലൊന്ന് തട്ടി. സമയം കടന്നുപോകെ അർജുൻ്റെ അമ്മയുടെ സ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടാകുകയും അവർക്ക് ബോധം വരികയും ചെയ്തു. ഐസിയുവിൽ തന്നെ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് 24 മണിക്കൂറിന് ശേഷം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അമ്മേ, കണ്ണടച്ച് കിടക്കുന്ന ശ്രീരാധ എന്ന അവൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അർജുൻ പതിയെ വിളിച്ചു. അവർ പതിയെ കണ്ണുകൾ തുറന്നു. അമ്മേ, അർജുൻ ഒരിക്കൽ കൂടി വിളിക്കുന്നതിനൊപ്പം അവരുടെ കൈയമർത്തി. ശ്രീരാധയുടെ നോട്ടം അവനിലേക്ക് എത്തി. തന്നെ കണ്ടപാടെ ആ കണ്ണുകൾ ഇറനണിയുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ വേഗം അവരുടെ മുഖത്തിനടുത്തേക്ക് മുഖം താഴ്ത്തി. എന്തിനാ കണ്ണു നിറയ്ക്കുന്നത്? ഞാനല്ലേ കണ്ണു നിറയ്ക്കേണ്ടത്? എനിക്ക് ആകെ കൂടിയുള്ള എൻ്റെ അമ്മ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ പേടിപ്പിച്ചത് കണ്ട് ഞാനല്ലേ സങ്കടപ്പെടേണ്ടത്? അർജുൻ അവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളി തുടച്ചു മാറ്റിക്കൊണ്ട് പതിയെ ചോദിച്ചു. വീണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, എന്താ ഇത്? എന്തിനാ കരയുന്നത്? അമ്മയുടെ മോൻ അമ്മയുടെ അടുത്ത് തന്നെയില്ലേ? എനിക്കറിയാം അമ്മയും പേടിച്ചു പോയെന്ന്. സാരമില്ല, ഒന്നും പറ്റാതെ എന്നെ അധികം സങ്കടപ്പെടുത്താതെ എൻ്റെ അമ്മ വീണ്ടും എൻ്റെ ഇടയിലേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ? എന്താ എന്നെ ഇങ്ങനെ ഒരുപാട് അലിവോടെയും സ്നേഹത്തോടെയും നോക്കിക്കിടക്കുന്നില്ലേ? അത് മാത്രം മതി എനിക്ക്. അവൻ അവരുടെ കവിളിൽ കൈകൊണ്ട് പതിയെ ഒന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. പിന്നെ പതിയെ അവരുടെ നെറ്റിയിലൊന്ന് മുത്തി. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. വീണ്ടും എന്നെ പേടിപ്പിക്കരുത്. ഇതുപോലൊരവസ്ഥയിൽ എൻ്റെ അമ്മ എത്താതെ ഇരിക്കാൻ ഈ അർജുനും എന്നെക്കൊണ്ടാകുന്നതൊക്കെ ചെയ്യും, അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അവരുടെ നെറ്റിയിലൊന്ന് മുത്തി. അല്പനേരം കൂടി അമ്മയുടെ അരകിയിൽ ഇരുന്നിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞൂടാ? അവൻ ഐസിന് പുറത്തേക്ക് ഇറങ്ങിയതും റിയാസ് ചോദിച്ചു. അർജുൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇനി അടുത്ത തവണ ഞാൻ കയറി കാണാൻ കേട്ടോ അമ്മയെ. എന്നിട്ട് വേണം അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് വയ്യാതെ ഇരുന്നതേ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് 2 വഴക്ക് കേൾപ്പിക്കാൻ. റിയാസ് പറയുന്നത് കേട്ട് അർജുൻ ഒന്ന് ചിരിച്ചു. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി അമ്മയോട് നിൻ്റെ കുറച്ച് കഥകളും എനിക്ക് പറയാനുണ്ട്. അർജുൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് മീശ വിരിച്ചു. അളിയാ, നാറ്റിക്കല്ലേ? നിൻ്റെയൊക്കെ മുന്നിൽ മാത്രമാണ് ഞാൻ തറ. ബാക്കിയുള്ളവരുടെ മുന്നിൽ ഈ റിയാസിനെ പോലെ ഒരു നല്ല ചെക്കൻ ഇല്ല. അമ്മയുടെ മുന്നിൽ നീ എൻ്റെ വില കളയരുത്. റിയാസ് കണ്ണുമിഴിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതേ നിമിഷം തന്നെയാണ് റിയാസിൻ്റെ ഫോണും ബെല്ലടിച്ചത്. നിൻ്റെ വല്ല ചുറ്റിക്കളിയുമാകും, എടുത്ത് സംസാരിക്കാൻ നോക്ക്, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. ചുറ്റിക്കളിയൊക്കെ ദാ ഈ ഫോണിലാണ്. റിയാസ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം ബെല്ലടിക്കുന്ന ഫോൺ മറ്റൊരു പോക്കറ്റിൽ നിന്ന് എടുത്തു. ഇതിൽ വരുന്നതെല്ലാം ഡീസൻ്റ് കേസായിരിക്കും, അവൻ പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കി. ഇത് ഡീസൻ്റ് അല്ല, നമ്മുടെ സുഹൃത്തായ യദു എന്ന മരണമാണ്. റിയാസ് ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ഞാനൊന്ന് സംസാരിക്കട്ടെ, റിയാസ് പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. പറയാളിയാ, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പതിയെ മാറി. അർജുൻ അത് നോക്കി നിന്നു. യദുവിന് വയ്യാതെ ഇരിക്കുമല്ലായിരുന്നെങ്കിൽ റിയാസിനൊപ്പം അവനും ഇവിടെ കണ്ടേനെ എന്ന് അർജുൻ ഉറപ്പായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റിയാസിനെ വിളിക്കുന്നതും പോലും തൻ്റെയും തൻ്റെ അമ്മയുടെയും കാര്യം അന്വേഷിക്കാനാണെന്ന് അർജുൻ അറിയാം. കൂടെ പിറന്നില്ലെങ്കിലും കൂടെപ്പിറപ്പിനെ പോലെ 2 സുഹൃത്തുക്കളെ കിട്ടിയതോർത്ത് അർജുൻ്റെ മനം വന്നു നിറഞ്ഞു. സാർ, അവൻ്റെ മാനേജറുടെ ശബ്ദം കേട്ട് അർജുൻ തിരിഞ്ഞു നോക്കി. അമ്മയെ നോക്കാൻ നിന്ന 2 സ്ത്രീകളെ നമ്മുടെ ആളുകൾ പൊക്കിയിട്ടുണ്ട്, മാനേജർ അവനെ നോക്കി പറഞ്ഞു. എവിടെയുണ്ടവർ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. താഴെ പാർക്കിംഗ് ലോട്ടിലുള്ള നമ്മുടെ ഒരു വാനിലുണ്ട്, മാനേജർ പറഞ്ഞതും അവനൊന്ന് ആലോചിച്ചു. അപ്പോഴേക്കും റിയാസും അവർക്കരികിലേക്ക് വന്നിരുന്നു. ഞാൻ വരുന്നില്ല അവർക്കടുത്തേക്ക്, പക്ഷേ ജോൺ, എൻ്റെ പേരിലുള്ള അലിഗേഷൻസ് എല്ലാം അവർ തന്നെ തിരുത്തണം. പിന്നീടാണെങ്കിലും അവർക്കൊരു വിക്ടിം പ്ലേ കളിക്കാൻ അവസരമുണ്ടാക്കാത്ത തരത്തിൽ അവരെ പൂട്ടണം, മനസ്സിലായോ? അർജുൻ ചോദിച്ചു. ഞാൻ വേണ്ടത് ചെയ്തോളാം സാർ,
ജോൺ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശേഷം അവിടുന്ന് പോവുകയും ചെയ്തു. അമ്മയുടെ കാര്യം പുറത്താകില്ലേ? റിയാസ് അർജുനോട് ചോദിച്ചു. ഇപ്പോൾ തന്നെ മീഡിയാസ് അമ്മ എവിടെയുള്ളത് കണ്ടെത്തി കാണും. അർജുൻ പറഞ്ഞത് കേട്ട് റിയാസ് വായിൽ വന്ന് തെറി അങ്ങ് പറഞ്ഞു. അർജുൻ ഒന്ന് നിശ്വസിച്ചു. പിന്നെ അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. അതിൽ ടോണിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട, ജോൺ മാനേജ് ചെയ്തോളൂ. അല്ല, ഞാൻ പോകണോ അവരുടെ അടുത്തേക്ക്? റിയാസിൻ്റെ ചോദ്യം കേട്ടതും അർജുൻ ഫോണിൽ നിന്ന് നോട്ടം മാറ്റി. വേണ്ട, നീ നീ ഇവിടെ ഉണ്ടാകണം. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. അർജുൻ റിയാസിനെ നോക്കി പറഞ്ഞു. ആ, ഇപ്പോഴേ സമ്മതിച്ചല്ലോ. നീ പോയിട്ട് വാ. ഓടിപ്പിടിച്ച് തിരികെ വരണ്ട. എന്തായാലും അമ്മയെ നാളത്തേക്ക് റൂമിലേക്ക് മാറ്റൂ. നീ ചെന്നൊന്ന് ഫ്രഷായി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങ്. നാളത്തേക്ക് വന്നാൽ മതി. ഇനി റിയാസ് പറഞ്ഞത് കേട്ട് അർജുൻ അവനെ നിന്ന് നോക്കി. പോയിട്ട് വാടാ, ഞാൻ ഇവിടെ ഇല്ലേ? റിയാസ് അവൻ്റെ നോട്ടം കണ്ട് അവൻ്റെ തോളിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ്. അർജുൻ അവനെ നോക്കി പറഞ്ഞു. നിന്റെ മറ്റവൾക്ക് കൊണ്ടു കൊടുത്തേക്ക്. താങ്ക്സ്, എനിക്കൊന്നും വേണ്ട. റിയാസ് പുച്ഛത്തോടെ വന്നതും ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. റിയാസ് അവൻ പോകുന്നത് നോക്കി അവിടെയുള്ള സീറ്റിലേക്ക് ഇരുന്നു. അർജുൻ പാർക്കിങ്ങിലേക്ക് വന്നതും അവിടെ അവനെ കൂട്ടാൻ അവൻ്റെ ഡ്രൈവർമാരിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു. അമ്മയെ നോക്കുന്നതിൽ താൻ മൂലം ഒരു വീഴ്ച പറ്റി എന്നൊരു കുറ്റബോധം അവനുള്ളിൽ നിറഞ്ഞിരുന്നു. അതുപോലെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയിരുന്നതിൽ അമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ എന്നൊരു ചിന്ത പോലും അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ഇപ്പോഴുള്ള അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ ഓർക്കെ അവൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. രാത്രി 11 കഴിഞ്ഞു. അവൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വീടാകെ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയതും അവൻ്റെ അരികിലേക്ക് സെക്യൂരിറ്റിയായ രാമകൃഷ്ണൻ ഓടി വന്നു. കുഞ്ഞെ! അയാൾ അടുത്തെത്തി വിളിച്ചതും അവൻ്റെ ശ്രദ്ധ അയാളിലേക്ക് ചെന്നു. എന്താ രാമേട്ടാ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. രാധമോക്ക് എങ്ങനെയുണ്ട്? അയാൾ ചോദിക്കുന്നത് കേട്ട് അവൻ അയാളെ നിന്ന് നോക്കി. പണ്ട് മുതൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അമ്മയെ ഒരു മോളെപ്പോലെ ആയിരുന്നു കണ്ടിരുന്നത്. അത് അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ കൊണ്ടുകൂടിയാണ്. അമ്മയ്ക്ക് പണ്ട് അപകടം പറ്റിയ സമയത്തും അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് അദ്ദേഹമായിരുന്നു. ആ ഒരു സ്നേഹവും ബഹുമാനവും അർജുൻ അയാളുടെ എല്ലാ കാലവും കാണിച്ചിട്ടുണ്ട്. കുഞ്ഞെ! അയാളുടെ വിളിയാണ് അവനെ ഓർമ്മകളിൽ നിന്ന് മോചിപ്പിച്ചത്. ആ, അമ്മയ്ക്ക് ബോധം തെളിഞ്ഞു. നാളെ റൂമിലേക്ക് മാറ്റും. അവൻ അയാളെ നോക്കി സൗമ്യമായി പറഞ്ഞു. ആണോ? ആശ്വാസമായി. ഇന്ന് രാവിലെ മാനേജർ വിളിച്ചു പറഞ്ഞു ഇനി മുതൽ ഇവിടെ ജോലിയില്ലെന്ന്. ബാക്കിയുള്ളവരൊക്കെ പോയി. പക്ഷെ രാധക്കുഞ്ഞിൻ്റെ കാര്യമറിയാതെ എനിക്ക് പോകാൻ തോന്നിയില്ല. എന്തായാലും മോൻ എപ്പോഴേലും ഇവിടേക്ക് വരുമല്ലോ, അപ്പോൾ ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ നിന്നത്. മോൾക്ക് കുഴപ്പമില്ല എന്നറിഞ്ഞപ്പോൾ സന്തോഷം. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. എങ്കിൽ ശരി മോനെ, ഞാൻ എന്നാൽ പോയേക്കുവാ. അയാൾ അവനെ നോക്കി പറഞ്ഞു. അല്ല, നിൽക്ക്. അർജുൻ പെട്ടെന്ന് പറഞ്ഞു. അയാൾ അവനെ തിരിഞ്ഞു നോക്കി. രാമേട്ടൻ പോകണ്ട. ഞാൻ അമ്മയുടെ സ്ഥിതി പെട്ടെന്ന് വഷളാകാൻ കാരണം അമ്മയെ നോക്കാൻ നിന്നവരാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ആരെ വിശ്വസിക്കണമെന്ന് മനസ്സിലായില്ല. അതാ എല്ലാവരെയും പറഞ്ഞു വിടാൻ പറഞ്ഞത്. എന്തായാലും രാമേട്ടൻ ആ കൂട്ടത്തിലില്ല. രാവിലെയുള്ള ടെൻഷനിടയിൽ രാമേട്ടൻ്റെ കാര്യം ഞാൻ വിട്ടുപോയതാണ്. അർജുൻ അയാളെ നോക്കി പറഞ്ഞു. ഓ, ഞാനും കരുതി എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെന്ന്. പിന്നെ മോൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്ന കാര്യം ഓർത്തപ്പോൾ എന്തൊക്കെയോ സംശയം എനിക്കും തോന്നി. രാമേട്ടൻ പറഞ്ഞത് കേട്ട് അവനൊന്ന് വിശ്വസിച്ചു. മോൻ എന്തായാലും ചെന്ന് റെസ്റ്റ് എടുത്തോ. അല്ല, വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണോ? അയാൾ അവനെ നോക്കി ചോദിച്ചു. ഒന്നും വേണ്ട ചേട്ടാ. അവൻ പറഞ്ഞുകൊണ്ട് നിന്ന സമയത്താണ് ഗേറ്റിന് പുറത്തുനിന്ന് നീട്ടിയുള്ള ഹോൺ കേട്ടത്. അർജുൻ്റെയും രാമൻ്റെയും നോട്ടം അവിടേക്ക് പോയി. അർജുനെ ഒന്ന് നോക്കി രാമൻ വേഗം അവിടുന്ന് ഗേറ്റിനടിയിലേക്ക് നടന്നു. അയാൾ പോകുന്നത് നോക്കി അർജുൻ സിറ്റൗട്ടിലേക്ക് കയറി. സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അരികിലേക്ക് ചെല്ലുന്നതും ആരാണെന്ന് നോക്കുന്നതും പിന്നീട് ഗേറ്റ് തുറക്കുന്നതും അവൻ കണ്ടു. ഗേറ്റ് കടന്ന് വരുന്നത് ടോണിയുടെ വണ്ടിയാണെന്ന് കാണുകയാണ് ഭദ്രയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ടോണിയെ ഏൽപ്പിച്ചത് അവൻ ഓർത്തത്. വണ്ടി ഗാർഡൻ ഏരിയയും കടന്ന് വീടിന് സൈഡിലേക്ക് നിർത്തി. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി ഡോർ അടച്ച് ടോണി ഒന്ന് മൂരി നിവർന്നു. അപ്പോഴാണ് അവൻ അർജുനെ കാണുന്നത്. സാർ വീട്ടിലേക്ക് വന്നായിരുന്നോ? ടോണി ചിന്തിച്ചുകൊണ്ട് അർജുൻ നിൽക്കുന്നിടത്തേക്ക് നടന്നു. അർജുൻ്റെ കണ്ണുകൾ ടോണിയുടെ വണ്ടിയെ ആകെ ഒന്ന് ചുറ്റി. ഭദ്ര എവിടെ എന്നവൻ ചിന്തിച്ചു. സാർ എപ്പോഴെവിടേക്ക് വന്നത്? മേഡത്തിന് എങ്ങനെയുണ്ട്? ടോണി അവനടുത്തേക്ക് വന്ന് ചോദിച്ചു. ഷീ ഈസ് ഡൂയിങ് ബെറ്റർ. ഭദ്ര എവിടെ? അർജുൻ ചോദിക്കുന്നതിനൊപ്പം വീണ്ടും അവൻ്റെ കണ്ണ് ടോണിയുടെ വണ്ടിക്ക് നേരെ പാഞ്ഞു. ഭദ്ര ഉറക്കമാണ്. ടോണി മറുപടി പറഞ്ഞതും അർജുൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. ടോണി കൊച്ചിയിലെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ ഭദ്ര അവിടുന്ന് മുങ്ങിയിട്ടുണ്ടാകുമെന്ന് അർജുൻ കരുതിയിരുന്നു. എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി അവൻ എന്തോ ഒരു ആശ്വാസം തോന്നി. അവൻ ടോണിയെ ഒന്ന് നോക്കി പതിയെ സിറ്റൗട്ടിൽ നിന്നിറങ്ങി ടോണിയുടെ കാറിന് നേർക്ക് നടന്നു. പുറകെ വരാൻ ഒരുങ്ങിയ ടോണിയെ അവൻ തടയുകയും ചെയ്തു. വണ്ടിക്ക് അടുത്തേക്ക് എത്തിയതും കണ്ടു പുറകിലെ പാസഞ്ചർ സീറ്റിൽ വിൻഡോയിലേക്ക് തലയും ചായച്ച് കിടന്നുറങ്ങുന്നവളെ. മുടി മുന്നിലേക്ക് കിടന്ന് മുഖം പാതിയും മറഞ്ഞിട്ടുണ്ട്.
അവൻ ഒരു നിമിഷം അവളുടെ ആ രൂപത്തിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ അടഞ്ഞു കിടക്കുന്ന വിൻഡോയിലേക്ക് അവൻ വിരൽ കൊണ്ടൊന്ന് തട്ടി. അവളൊന്ന് കഴുത്ത് വെട്ടിച്ച് സീറ്റിലേക്ക് ചാഞ്ഞു. അർജുൻ അല്പം ശബ്ദത്തിൽ തന്നെ ഗ്ലാസ്സിൽ ഒരിക്കൽ കൂടി തട്ടി. പെട്ടെന്ന് അവൻ ഞെട്ടി കണ്ണുമിഴിച്ച് കാറിനുള്ളിൽ നോക്കുന്നത് അവൻ കണ്ടു. അവൻ ഡോർ തുറന്നതും അവൻ ഞെട്ടി അപ്പുറത്തെ സൈഡിലേക്ക് ചാഞ്ഞ് ഡോറിലേക്ക് നോക്കി. അപ്പോഴാണ് അർജുനെ അവൾ കാണുന്നത്. അവളുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. പിന്നെ കണ്ണുകൾ ഇറുകെ മൂടി തുറന്ന് ഒരിക്കൽ കൂടി അവനെ നോക്കി. ഇതിനകത്ത് തന്നെ ഇരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടി, അവൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവൾ വെപ്രാളത്തോടെ അവൻ തുറന്നു പിടിച്ച ഡോറിനടുത്തേക്ക് നീങ്ങി അതുവഴി പുറത്തേക്ക് ഇറങ്ങി. അവൻ ഡോറിനടുത്ത് തന്നെ നിന്നതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ ശരീരത്തിൽ മുട്ടിയില്ല എന്നതുപോലെയാണ് നിന്നത്. അവൻ അവളെ അടിമുടി നോക്കി. ഒരു സാധാ ബ്രൗൺ ചുരിദാറാണ് വേഷം. ഷാൾ രണ്ട് വശത്തേക്കും വിരിച്ചിട്ടിട്ട് പിൻ കുത്തിയിട്ടുണ്ട്. മുടി ഒന്നാകെ പിന്നി കെട്ടി പുറകിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവൻ അണുവിടെ മാറാതെ നിൽക്കുന്നത് ശ്രദ്ധിച്ചതും അവൾ ഒന്നുകൂടെ കാറിലേക്ക് ചേർന്ന് നിന്നു. അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. എന്നാൽ കാറിൽ വെച്ചൊന്ന് നോക്കിയതല്ലാതെ അവൾ പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി പിടിച്ചാണ് നിന്നത്. അർജുൻ ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങിയതും അവൻ്റെ ശരീരം അവളിൽ അമർന്നു. അവളുടെ ശരീരം മുഴുവൻ ഒന്ന് വിറച്ചുപോയി. അവൾ ഇട്ടിരുന്ന ടോപ്പിൽ പിടിമുറുക്കി. സാർ, സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അവൻ അവളുടെ മുഖത്തിന് നേരെ പതിയെ കൈ ഉയർത്തിയ നേരമാണ് പെട്ടെന്ന് ടോണിയുടെ വാക്കുകൾ. അർജുന് അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ച കൈ ഒന്ന് സ്റ്റക്കായി. ഭദ്രയുടെ കണ്ണുകൾ പരൽമീനുകളെ പോലെ ചുറ്റുമൊന്ന് അലഞ്ഞു. അർജുൻ പതിയെ പുറകിലേക്കൊന്ന് മാറിയതും ഭദ്ര പിടിച്ചു വെച്ചിരുന്ന ശ്വാസം ഒന്ന് വിട്ടു. അത് അവൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അർജുൻ ഒരിക്കൽ കൂടി അവളെ ഒന്ന് നോക്കി അവനൊന്ന് തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് പോയി. പോകുന്നതിനിടയിൽ ടോണിയെ ഒന്ന് രൂക്ഷമായി നോക്കാനും അവൻ മറന്നില്ല. മുന്നിൽ നിന്നും അവൻ പോയെന്ന് മനസ്സിലായ നിമിഷം അവൾ ഒന്നുകൂടെ ആഞ്ഞു ശ്വസിച്ചു. അകത്തേക്ക് വാ. ടോണി അല്പം ശബ്ദമുയർത്തിയതും അവളുടെ ശ്രദ്ധ അവനിലേക്ക് പോയി. ടോണി അവളെ ഒന്ന് നോക്കി അകത്തേക്ക് നടക്കുന്നത് കണ്ടതും അവൾ വെപ്രാളത്തോടെ അവന് പുറകെ നടന്നു. അതിനിടയിൽ ഭയത്തോടെ അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് അലയുന്നുമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കേ, അകത്തേക്ക് ചെന്നവളോട് ടോണി സോഫയിലേക്ക് ചൂണ്ടി പറഞ്ഞതും അവൾ വേഗം തലയനക്കി അവൻ ചൂണ്ടിയിടത്തേക്ക് ചെന്നിരുന്നു. ടോണി, അവൾക്കകത്തെ റൂം കാണിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഇവിടെ നിന്ന് അർജുൻ്റെ ശബ്ദം കേട്ടതും ഭദ്ര തല ഉയർത്തിയൊന്ന് നോക്കി. അവൻ ആ വലിയ ഹാളിലെ ഒരു സൈഡിലായി നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ നോട്ടവും തന്നിലാണെന്ന് മനസ്സിലാക്കി അവൾ വേഗം തല താഴ്ത്തി. ടോണി അർജുനൊന്ന് നോക്കി, പിന്നെ ഭദ്രയ്ക്ക് നേരെയും. ഭദ്ര വാ, ഞാൻ റൂം കാണിച്ചു തരാം. ടോണി ഗൗരവത്തിൽ പറഞ്ഞതും അവൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി. വാ. ടോണി അവളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും അവളും തല കുലുക്കി അവന് പുറകെ പോകാനൊരുങ്ങി. എന്തുകൊണ്ടോ അർജുന് അവർ തമ്മിലുള്ള പെരുമാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വേണ്ട, ഞാൻ തന്നെ അവൾക്കുള്ള റൂം കാണിച്ചു കൊടുത്തോളാം. ടോണി പൊക്കോളൂ. അർജുൻ പെട്ടെന്ന് പറഞ്ഞതും ടോണി നിന്നു. അവന് പുറകെ ധൃതി വെച്ച് നടന്നവൾ പെട്ടെന്ന് ടോണിയുടെ ദേഹത്തേക്ക് ഇടിച്ചു നിന്നു. നിനക്ക് നോക്കി നടക്കാൻ അറിയില്ലേടി? അർജുൻ അത് കാണാൻ അലറി. ഭദ്ര ഞെട്ടലോടെ പേടിച്ച് പുറകിലേക്ക് മാറി. ഒപ്പം അർജുനെ ഭീതിയോടെ നോക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. അർജുൻ ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി അവരെ മറികടന്ന് അകത്തേക്ക് നടന്നു. ഭദ്ര അവിടെ തന്നെ നിന്നുപോയി. അർജുൻ കുറച്ച് മുന്നിലേക്ക് നടന്നിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അപ്പോഴാണ് അവൾ നിന്നയിടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് അവൻ കണ്ടത്. ഇങ്ങോട്ട് വാടി, അവൻ ശബ്ദമെടുത്തതും ഭദ്ര പേടിയോടെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ടോണി പോകാൻ നോക്ക്, അർജുൻ ടോണിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ടോണി അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. അയ്യോ പോകല്ലേ. പെട്ടെന്ന് ഭദ്രയുടെ ശബ്ദം കേട്ട് അർജുൻ്റെയും ടോണിയുടെയും ശ്രദ്ധ അവളിലേക്ക് എത്തി. അവൾ പെട്ടെന്ന് ടോണിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അർജുൻ ഭദ്രയുടെ കയ്യിൽ പിടുത്തമിട്ടു. ഭദ്ര അവൻ്റെ കയ്യിലേക്കും അവനെയും നോക്കി. അർജുൻ്റെ മുഖം മുറുകിയിരുന്നു. എൻ്റെ ബാഗ്, വസ്ത്രങ്ങളൊക്കെ ബാഗിൽ. അർജുനെ നോക്കി അല്പം വിറയലോടെ അവൾ പതിയെ പറഞ്ഞു. അർജുൻ്റെ നോട്ടം ടോണിയിലേക്ക് പോയി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ടോണി വേഗം പുറത്തേക്ക് പോയി. അയ്യോ, ആ സാറ് പോയോ? എൻ്റെ ബാഗ്, എനിക്കിടാനുള്ളതൊക്കെ അതിലാ. അത് ആ വണ്ടിക്കകത്ത്. ടോണി പോകുന്നത് നോക്കി അല്പം വെപ്രാളത്തോടെ അവൾ പറഞ്ഞു. അവൻ്റെ മുഖത്ത് നോക്കാതെയും ഇടയ്ക്കൊന്ന് പാളി നോക്കിയുമാണ് അവളുടെ പറച്ചിൽ. നിനക്കെന്തിനാ ഡ്രസ്സ്? നിന്നെ ഞാൻ ഉടുത്തൊരുക്കി പൂജിക്കാനൊന്നുമല്ലല്ലോ വില കൊടുത്ത് വാടകയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങൾക്ക് നീ തുണിയില്ലാതെ നടക്കുന്നത് തന്നെയാണ് നല്ലത്. അർജുൻ പറയുന്നത് കേൾക്കെ അവൾ തരിച്ചു നിന്നുപോയി. വാടകയ്ക്ക് തുണിയില്ലാതെ നടക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെയുള്ള അവൻ്റെ വാക്കുകൾ അവളുടെ ചങ്കിൽ തന്നെ തറച്ചു കയറി. അവൻ്റെ മിഴികളിലേക്ക് നോക്കി അവൾ കണ്ണീർ വാർത്തു.